ജനകീയ ബാങ്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ആലത്തൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. കെ.ഡി. പ്രസന്നൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ബാങ്കുകളുണ്ടായിരുന്നു. രാജ്യത്തെ ബാങ്കിംഗ് ചരിത്രം പരിശോധിച്ചാൽ 1870 മുതൽ ഈ രാജ്യത്ത് ബാങ്കുകളുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ബാങ്ക് തൊട്ട് നിരവധി ബാങ്കുകളാണ് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ആ ബാങ്കുകളെല്ലാം തന്നെ സ്വകാര്യ മേഖലയിലായിരുന്നു, സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായിരുന്നു. ചെറുതും വലുതുമായി ധാരാളം ബാങ്കുകളുണ്ടായിരുന്നു. നിരവധി ബാങ്കുകൾ പൊളിഞ്ഞുപോയ ഒരു കഥയും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ആലത്തൂരിൽ തന്നെ മേലാർക്കോട് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കുണ്ട്. ആ ബാങ്ക് പൊളിഞ്ഞുപോയ ഒരു ചരിത്രം. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് ബാങ്കുകൾ ഉണ്ടാവുകയും ഈ ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനം വളരെ രസകരമായ ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. വളരെ രസകരമായി കച്ചവടം ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. ഏതൊരു സ്ഥാപനവും അത് വളരെ ചെറുതാണെങ്കിലും അവിടെ എനിക്ക് നേരെ അവിടെ ആ കസേരയിലിരുന്ന് പഴങ്ങൾ, ചക്കപ്പഴവും മാമ്പഴവും വിൽപ്പന ചെയ്യുന്ന ആ വ്യക്തി മുതൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭകരായിട്ടുള്ള റിലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ആണെങ്കിലും ഏത് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ച് പൈസ കയ്യിൽ നിന്ന് മുതൽ മുടക്കിയാൽ മാത്രമേ കച്ചവടം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആലത്തൂർ ദേശീയ മൈതാനിയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എൻ സുന്ദരൻ, കെ സന്തോഷ് കുമാർ, സജീദ് മുഹിയുദ്ദീൻ, കെ എസ് വിമൽ, ഷെയ്ഖ് പരീദ് എന്നിവർ പ്രസംഗിച്ചു.